ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേപോലെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻഗ്രീഡിയൻസിനാണെങ്കിലും ഇച്ചിരി കുറവാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് മട്ടൻ ഗീ റോസ്റ്റാണ്. ഈ മട്ടൺ ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് മട്ടനെ ബേസിക്കലി ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള കൂട്ടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ എന്നാ പറ്റുന്നതെന്ന് അറിയാമോ? അതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർത്തേച്ചാ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഉള്ള കാര്യം പറയാം, ഇറച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് രുചി കൂടിയത് മട്ടൺ തന്നെയാണ്. ഇതിൻ്റെ കാശ് വെച്ച് നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ. രുചി വെച്ച് നോക്കുകയാണെങ്കിലും മുൻപന്തിയിൽ മട്ടൺ തന്നെയായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കി ഫസ്റ്റ് മട്ടനാ. എന്നാൽ അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ ചേർത്താൽ നമ്മൾ ഇന്ന് ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാ, ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. എന്നാൽ ഇതിനകത്ത് ഉള്ളിയോ ടൊമാറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഇച്ചിരി 2-3 എണ്ണം കുറയുകയല്ലേ. പക്ഷെ ഇത് എന്നും ഒന്നും ഉണ്ടാക്കി പഠിക്കരുത്, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ മതിയേ. അപ്പം ഇനി ഇതിനകത്ത് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് നോക്കൂ. ഇവിടെ ഇപ്പം ഞാൻ 1 കിലോ മട്ടനാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, നെയ്യ് ഒത്തിരി ഒന്നും വേണ്ട, ഒരിച്ചിരി മതി റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളകില്ലേ, അതൊരു 10-12 എണ്ണം എടുത്തു. പിന്നെ മല്ലി, തനി മല്ലി, പിന്നെ ഒരു ഇച്ചിരി പെരുംജീരകം, പിന്നെ അതിൽ കുറച്ച് കുരുമുളക്, പിന്നെ നമുക്കൊരിച്ചിരി സാധാ ജീരകം വേണേ, പിന്നെ കുറച്ച് പട്ട, എല്ലാ സ്പൈസസും ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം. പിന്നെ എരിവിനാന്നു ഞാൻ ഒരു ഇച്ചിരി ഒരു 5-6 സാധാ മുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞേക്കുക. അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ട്, അല്ലാതെ ഇടാനുള്ളതാ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇതൊരു ബൗള് പോരാ, ഒന്നുകൂടെ വേണമായിരുന്നു, പക്ഷെ എൻ്റെ ഇത്രയേ ഉള്ളൂ. കറിവേപ്പിലയും വേണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി തൈര് വേണം, നല്ല കട്ടി തൈരാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, വിനീഗർ. ഇത്രയും സാധനമാണ് നമുക്ക് മട്ടൺ ഗീ റോസ്റ്റിന് വേണ്ടിയത്. ആദ്യം എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അത് എന്നൊക്കെ ചേർത്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തേച്ചാൽ. പക്ഷേ ഇപ്പം നമ്മൾ മട്ടണിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട്. അപ്പം ഈ 1 കിലോ മട്ടൺ എത്രയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 50-50 ആയിട്ട് വേണം ചേർക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടിപ്പോവും. അത് നോക്കിയും കണ്ടേച്ചും വേണം ചേർക്കാൻ. അപ്പം ആദ്യം ഇതിനകത്തോട്ട് മട്ടൺ ഇട്ടേച്ച് ഒരിച്ചിരി മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അതിൻ്റെ അളവിന് ചേർത്തോളൂ, അല്ലെന്നുണ്ടറിയോ പിന്നെ നമ്മളത് ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇപ്പം ഞാനൊരു 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അന്നേല ഒരു ഇച്ചിരി ഉപ്പ്, ആ മട്ടന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് വേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഇച്ചിരി നെയ്യൂടെ ഒഴിക്കണം. അന്നേച്ചും ഇത് നല്ലതായിട്ടൊന്ന് തിരുമ്മി ആ മട്ടണിനകത്തോട് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നല്ലതായിട്ടൊന്ന് തേച്ച് അതിനകത്ത് അങ്ങ് എന്നാ പറയാ മട്ടണിനകത്തോട്ട് അങ്ങ് പിടിക്കണേ. എന്നിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് വെച്ചേച്ചും നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാ പാനയിലൊന്നും ഇട്ടാലോ അല്ലെ പാത്രത്തിലിട്ടാലോ ഇതൊന്നും വേവുകയല്ലേ.
മട്ടൺ ഇച്ചിരി വേവുള്ള കൂട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇച്ചിരി പെട്ടെന്നൊന്ന് വേവണമെന്നുണ്ടെങ്കിൽ ഉള്ള ടിപ്പ് എന്നാന്ന് വെച്ചാൽ ഒരു ചിരട്ട കഷ്ണം ഇടുവോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരി ഒഴിച്ച് നമ്മളതൊന്ന് വേവിച്ചാലുണ്ടല്ലോ കമ്പാരിറ്റീവ്ലി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഡ്രൈ ആക്കി വെച്ചേക്കുന്ന കംപ്ലീറ്റ്, അതായത് വറ്റൽമുളക്, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അളവ് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നറിയാവോ, ലോ ഫ്ലെയിമേ വെച്ചാൽ മതി. ഇപ്പോൾ ചട്ടി പെട്ടെന്ന് ചൂടാവുകയെ, അതിനകത്ത് എണ്ണയൊന്നും ഇല്ലല്ലോ. പിന്നെ അന്നേരം ഇതിന് ഒത്തിരി മൂപ്പൊന്നുമില്ല. ആദ്യം വേണമെങ്കിൽ വറ്റൽമുളക് മൂപ്പിച്ച് മാറ്റാം. ആ ഒരു അളവ് നമുക്ക് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ആദ്യം വറ്റൽമുളക് മൂപ്പിച്ച് മാറ്റിയേച്ച് ബാക്കിയെല്ലാം മൂപ്പിച്ചാൽ മതി. ഇപ്പം ആദ്യം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, സെയിം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എരിവിന് കണക്കാക്കി നിറവും കണക്കാക്കി വേണം 2 വറ്റൽമുളകും ചേർക്കാനായിട്ട്. ഇത് എത്ര ചേർത്താലും നമുക്കൊരു ഇച്ചിരിയേ എരിവേ കിട്ടത്തുള്ളൂ. മറ്റേ മുളക് അങ്ങനെയല്ല, എരിവുള്ള കൂട്ടത്തിലാണ്. അല്ലെങ്കിലും ഇതിപ്പോൾ ഒരു 4, 1, 2, 3, 4, 5, 6 ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞേച്ച് ബാക്കി മറ്റേ സ്പൈസസ് ഒക്കെ ചേർത്താൽ മതി. അല്ലെന്നുണ്ടേലുണ്ടല്ലോ ചിലപ്പോൾ ആണെങ്കിൽ ഇതൊന്ന് മൂത്ത് പോവും. പിന്നെ അന്നേ നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും. ആദ്യം ഈ മുളക് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ചെറിയ തീ ഇട്ടാൽ മതി. അന്നേരം ആ മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തുമ്മാനൊക്കെ വരുന്ന ആ ഒരു ടൈം സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്ക് ഈ മുളക് ഇങ്ങ് മാറ്റുക. അന്നേച്ച് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോഴത്തേനും തീ ഒത്തിരി കുഞ്ഞാക്കിക്കോണം. എന്നുവെച്ചാൽ നമ്മുടെ ചട്ടി നല്ല ചൂടായിരിക്കും. അന്നേരം മല്ലിയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. ഇനിയിപ്പോൾ എനിക്കിതേണ്ട ഈ നമ്മുടെ സാധാ വറ്റൽമുളക് കണ്ടോ, ഏകദേശം ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ടല്ലോ, ബ്രൗൺ അല്ല നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ആ കണക്കിന് മതി കേട്ടോ. ഇനി ഇത് ഞാൻ മാറ്റി വെച്ച് അടുത്തത് ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിയിടും. നിറച്ച് 1 ടേബിൾ സ്പൂണേ. അത് കഴിഞ്ഞേച്ച് 1 ടീസ്പൂൺ പെരിഞ്ചീരകം. കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാകുന്നതിൽ ഇച്ചിരി കൂടുതലിടാം. അതല്ല അളവനുസരിച്ചാകുന്നതിൽ 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. പിന്നെ സാദാ ജീരകം ഒരു 1/4 ടീസ്പൂൺ മതിയേ. പിന്നെ സ്പൈസസ് പട്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ 1 കഷ്ണം മതിയാവും. പിന്നെ ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഏലക്ക എനിക്കായതുകൊണ്ട് ഞാൻ ഇടുന്നതുകൊണ്ട് ഒരു ശരിക്കും കണക്കനുസരിച്ച് 4-5 ഇട്ടാൽ മതി. പക്ഷെ എനിക്ക് ഏലക്കായുടെ ടേസ്റ്റൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം കൂടുതലിടുവേ. പിന്നെ തക്കോല വന്നേൽ ചെറിയ പൂവാന്നേൽ 2 എണ്ണം ഇട്ടേച്ചാൽ മതി. മുഴുത്തതാന്നേൽ 1 എണ്ണം. അന്നേച്ച് ഇതും കൂടെ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഈ മല്ലി മുളകും ഒക്കെ മൂപ്പിക്കാൻ നേരം ഉണ്ടല്ലോ എപ്പോഴും ആലോചിക്കണം, നമ്മൾ ഒരിക്കലും തീ അങ്ങോട്ട് കൂട്ടല്ലേ. കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് പോകും. പിന്നെ ആ കണക്കിനുള്ള ഒരു മൂപ്പ് കിട്ടുകയില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ അടുക്കളയിൽ കയറുന്ന ആൾക്കാരാന്നേൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. നമ്മുടെ ആ മല്ലിയുടെ നിറം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമേൽ അങ്ങ് ഓഫ് ചെയ്തേച്ച് കുറച്ച് നേരം ചീനച്ചട്ടി തന്നെ ഇട്ടേച്ചാൽ മതി. അന്നേരം ആ ചട്ടിയുടെ ചൂട് തന്നെ കൂടി അത് ഇച്ചിരി കൂടി ഒന്ന് മൂക്കും. കണ്ടോ, നമ്മുടെ വറ്റൽമുളക് ആന്നേലും നല്ല ക്രിസ്പി ആയിട്ട് വേണ്ട പൊടിഞ്ഞുണ്ടോ, ഇതേപോലെ അതിൻ്റെ മൂപ്പേ. അന്നേച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇത് ചൂടോടെ എനിക്ക് പൊടിക്കാനൊക്കെയല്ല. എൻ്റെ അടുക്കള വൃത്തികേടാവും, മിക്സി ചീത്തയാവും, എല്ലാം ചീത്തയാവും. പിന്നെ ആണെങ്കിൽ എനിക്ക് ബാക്കി എന്നാ ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാൻ പോലും ഒക്കെയല്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മട്ടൺ ഉണ്ടല്ലോ പാനെ വെച്ചാൽ ഒന്നും വേവുകയില്ല. ഇപ്പം ഞാനിവിടെ തപ്പിയിട്ട് എനിക്ക് ചിരട്ടക്കഷ്ണം പോലും ഇല്ല. അന്നേരം കുക്കറി വെച്ചാലേ ഒക്കത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് തണുത്ത് നല്ലോണം തണുത്തേച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മട്ടണും വേവിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം.
ഞാൻ മട്ടൺ നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട്. മട്ടൺ ആണെങ്കിൽ ഇച്ചിരി ഒരു എന്നാ പറയുക, വേവിക്കുമ്പോഴത്തേന് ഇച്ചിരി ഹാർഡായിട്ട് വേവിക്കരുത്, കുറച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഞാൻ അതേപോലെ മട്ടൺ വേവിച്ചു എടുത്തു. അതിൻ്റെ സൂപ്പുണ്ടല്ലോ, അതായത് അതിൻ്റെ ആ സ്റ്റോക്ക് ഞാൻ കളഞ്ഞിട്ടില്ല, അതും എൻ്റെ കയ്യിലുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് നിറച്ച് നെയ്യ് നമ്മൾ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാനിനകത്തോട്ട് ഇതേപോലെ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒരു എന്നാ പറയുക, ഒരു ഹാഫ് ടീസ്പൂണോളം, അതായത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. ഇതിനകത്ത് നമ്മൾ നിറയെ ചേർത്തിട്ടുണ്ട്, പക്ഷെ മട്ടൺ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളത് നല്ലതാ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒത്തിരി കറിവേപ്പില. അത് ഒറ്റയടിക്ക് ഇടണ്ട, ഒരു ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മസാല, ഇതിനകത്ത് എണ്ണ ആയാലും മസാല ഉണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ചാറ് ഇത് നല്ലതായിട്ടൊന്ന് കലക്കി വെച്ച് ആ മസാല മുഴുവൻ അങ്ങ് എടുത്തു. പിന്നെ അഥവാ നമ്മൾ ഇച്ചിരി അരച്ചേക്കുന്ന മസാല കൂടുതലാന്നേൽ ഒന്ന് നമ്മൾ നോക്കണേ. ഈ മട്ടനൊക്കെ 1 കിലോ നമ്മൾ മേടിച്ചാലും ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു ഇച്ചിരിയെ കാണത്തുള്ളൂ. അന്നേരം അത് നോക്കിയേച്ച് വേണം നമ്മൾ മുഴുവൻ മസാലയും ചേർക്കാനായിട്ട്. ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി തൈരും ചേർത്ത്, അപ്പം അതിൻ്റെ വെള്ളവും അങ്ങ് വറ്റും. ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തു. അന്നേച്ച് അതിനകത്തോട്ട് തന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിക്കും. പുളി ഒത്തിരി കൂടി പോരുത്. തൈരിന് ഒത്തിരി പുളിയുള്ള തൈരല്ല ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്, ഒരു സാധാ പുളിയേ ഉള്ളൂ. അത് ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ഒഴിച്ചത്. പുളി ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കുമ്പോൾ ഇച്ചിരി കുറച്ചാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇച്ചിരി നേരം എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചേർത്തേക്കുന്ന കംപ്ലീറ്റ് തൈര് ഇനിയിപ്പോൾ ഈ കുറച്ച് ഇത് ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിയണം. തെളിയാറാകുമ്പോഴാണ് നമ്മൾ മട്ടൺ ഇടുന്നത്. നമ്മൾ ആ ഒഴിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, നല്ലതായിട്ടൊന്ന് വറ്റിയേച്ച് ആ ഉള്ള ഗ്രേവി നല്ല ഒന്ന് തിക്കാവേ. ആ സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇല്ലേ, അതോ അതിനകത്തോട്ട് ഇടണം. അന്നേച്ചും ഇതിനകത്ത് ഈ ഗ്രേവി നല്ലതായിട്ട് ആ മട്ടണിലോട്ട് അങ്ങ് പെരളണേ. നമ്മൾ മട്ടണയിലാന്നേലോ ഈ അരപ്പൊന്നും പിടിച്ചിട്ടില്ല, അതങ്ങ് നമ്മൾ മഞ്ഞപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മാത്രമാണ് വേവിച്ചേക്കുന്നത്. അത് ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയയിലിരുന്ന് ആ മട്ടണിലോട്ടൊന്ന് ഇതൊന്ന് പിടിക്കണം. അപ്പോൾ എന്നാന്നറിയാവോ, ആ സമയത്ത് ഒരു ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി അല്ല കേട്ടോ, എൻ്റെ കണക്കിനാന്നേൽ ഒരു ഇച്ചിരി കറിവേപ്പില ഇടണം. അന്ന് വെച്ച് ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ഇടണം, അതായത് ആ കറുത്തൊന്ന് മുരിഞ്ഞ് വരണം മട്ടൺ, അതാണ് അതിൻ്റെ ഒരു പരുവേ. ഇനിയിപ്പോൾ എന്നാന്നറിയോ, ഈ മസാല കംപ്ലീറ്റ് നമ്മുടെ മട്ടനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമേ കൊടുക്കരുത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റേലും ഒന്ന് ലോ ഫ്ലെയിമേലിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചിടണമെന്ന് ഞാൻ പറയുകയില്ല. കാര്യം എന്നാന്നറിയോ, നമ്മൾ അടച്ചിടും തോറും അതിനകത്ത് നിന്ന് വെള്ളം ഊറി കഴിഞ്ഞാൽ അഥവാ വെന്ത മട്ടൺ ആന്നേ പിന്നെ നമുക്ക് കഷ്ണമായിട്ട് തിന്നാനൊന്നും കിട്ടുകയില്ല. അതങ്ങ് എന്നാ പറഞ്ഞ മൊത്തം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി നേരം തുറന്നിട്ടിട്ട് ആ ചെറിയ ഫ്ലെയിമേൽ കിടന്ന ആ മസാലയൊന്നും മട്ടനെ പിടിച്ചാൽ മതി. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അതുപോലെ അത് അത്രയും ആ പരുവം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതിയേ. ഇനി ഇതിൻ്റെ പരുവം എന്നാന്ന് വെച്ചാൽ അതേട്ടെ, ഇതൊന്ന് മൊരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ പറയുവാന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരും. ഇത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഉള്ള കാര്യം പറയാം,
ചോറിൻ്റെ കൂടെ ഇച്ചിരി പുളിശ്ശേരിയും ഇച്ചിരി ക്യാബേജ് തോരനും ഈ മട്ടൺ റോസ്റ്റും കൂടെ കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്ധ്യ സമയത്താണെങ്കിൽ ഒരു നല്ല ചൂട് ബറോട്ട കഴിക്കാൻ നമ്മുടെ ദേഹത്തിന് ചീത്തയാണെന്നറിയാം, പക്ഷെ എന്നാ ചെയ്യാനാ, രുചി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ആവി പോകുന്ന ബറോട്ടയും ഇതിൻ്റെ ഇച്ചിരി ചാറും ഒരു നല്ല ചായ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കഴിക്കാമായിരുന്നു അല്ലേ. നോക്കൂ ഇതിൻ്റെ മണം, എനിക്ക് അങ്ങോട്ട് പറഞ്ഞുതരാൻ ഒക്കുന്നില്ല, ഇത് വീട്ടിലുണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇത് ചെറിയ തീയലിട്ട് മുരിച്ച് ബ്രൗൺ ആക്കിയിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻസിൻ്റെ കൂടെ കഴിക്കാൻ. ഞാൻ മട്ടനും ചപ്പാത്തിയും വെച്ചിട്ടുണ്ട്. ഈ നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് ചപ്പാത്തിയല്ലേ ഏറ്റവും നല്ലത്. അന്നേരം ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ആ രുചി പറഞ്ഞാൽ അറിയത്തില്ല, ഉണ്ടാക്കി നോക്കിയാലേ അറിയത്തുള്ളൂ.